ഒരുപാട്. രാഹുൽ ഈശ്വർ, ഇവിടെ രാജേഷ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ മുന്നിലുള്ള അനുഭവം കൂടിയാണ്. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി. രാഹുൽ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. സുപ്രീം കോടതി വിധി, നേതാക്കളുടെ അഭിപ്രായമൊക്കെ മാറ്റി നിർത്തട്ടെ. സുപ്രീം കോടതി വിധിക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്കറിയാം. രാഹുൽ എല്ലാ ചർച്ചയിലും ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ആദ്യം ജയിലിൽ പോയ ആളുകൾ ഞങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാണ്. ശരി, നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള നിലപാട്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നിരിക്കാം. അങ്ങനെയല്ലാത്ത ഒരുപാട് ഇടപെടലുകൾ അതിലുണ്ടായത് നമ്മൾ കണ്ടതാണല്ലോ രാഹുൽ. എന്തൊക്കെയാണ് കേരളത്തിൽ ആ വിഭാഗം ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ഞാൻ അതാണ് മുൻപ് പറഞ്ഞത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന് മുൻപ് ജന്മഭൂമിയാകട്ടെ, കേസരിയാകട്ടെ, അവർ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. ആരാണവർ? സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ആ വിഭാഗം അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയ ശേഷം വിധിക്ക് പിന്നാലെ അവർ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതിൽ നിന്നും എന്തൊക്കെയോ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവർ മനുഷ്യനെ ഈ മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാനായി ഊറ്റം കൊണ്ട് നിൽക്കുന്നവരാണ്. അവരെ കൂടി കരുതണ്ടേ നമ്മൾ? അസിത, 2 പോയിന്റുകളിൽ പറയാം. ഒന്ന്, എപ്പോഴെങ്കിലും മുസ്ലിം വിരുദ്ധമോ ക്രിസ്ത്യൻ വിരുദ്ധമോ എന്തെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വാവരുന്ന മുസ്ലിമും ക്രിസ്ത്യൻ എന്ന വെളുത്തേന്നും കൂടെ പറഞ്ഞല്ലേ ഞാൻ തുടങ്ങാറുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അയ്യപ്പ സംഗമത്തിൽ അത് പറഞ്ഞപ്പോൾ എണീറ്റ് നിന്ന് കൈയടിച്ച വ്യക്തിയാണ് ഞാൻ. യഥാർത്ഥത്തിൽ വസന്ത് തെങ്ങുംപള്ളിയുടെ പാർട്ടിക്കാരാണ് അത് പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി അത് വളരെ നന്നായി പറഞ്ഞു, നമ്മളെല്ലാം അഭിനന്ദിക്കുന്നതാണ്. അതാണ് ഒന്ന്. 2, ഇനി അസിത ചിന്തിക്കാത്തൊരു ആംഗിളും കൂടെ ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ശബരിമല യുവതി പ്രവേശനം ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ അജണ്ടയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വളഞ്ഞ വഴി നോക്കിയതാണ്. ഇങ്ങനെ മൂക്കി തൊടുന്നതിന് വരെ ഇങ്ങനെ മൂക്കി തൊടാൻ നോക്കിയതാണ്. അതിന്റെ പിന്നിൽ പല ആൾക്കാരും പല ശക്തികളും ഉണ്ട്. ആൾക്കാരുടെ പേര് പറഞ്ഞാൽ ഇനി കോടതി ലക്ഷ്യം ആവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശബരിമല യുവതി പ്രവേശനം കൊണ്ട് ഹിന്ദു സമൂഹത്തിന് എന്തോ വലിയ ത്യാഗം ചെയ്തു എന്നും ഇനിയും മുസ്ലിം സ്ത്രീകൾക്കും ക്രിസ്ത്യൻ സ്ത്രീകൾക്കും വേണ്ടി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന വളഞ്ഞ വഴിയിലെ നാടകത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. BJP MP ആയിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട് ഓർമ്മയുണ്ടോ? പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമലയിൽ യുവതികളെ കയറ്റണം, എന്നിട്ട് യുവതി പ്രവേശനം നടപ്പാക്കി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. ശ്രീ രാജേഷോ CPM-ന്റെ ആരോ നിരീശ്വരവാദികളോ പോലും അങ്ങനെ നിലപാട് പറയില്ല. പറഞ്ഞത് തമിഴ് ബ്രാഹ്മണനായ പട്ടരായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഹാർവേഡ് പ്രൊഫസറായ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കയറ്റണം. RSSന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ആയിരുന്ന രംഗഹരി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ശബരിമലയെ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ് പേര്. എന്നെ TV ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പല ഹിന്ദുത്വവാദികളും ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇവനെ പോലുള്ള പിന്തിരിപ്പന്മാര് കാരണമാണ് ഈ യുവതി പ്രവേശനം നടക്കാത്തത്. അവർക്ക് യുവതികളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, വളഞ്ഞ വഴി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കി മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന കുരുട്ടുബുദ്ധി കാരണം ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പൻ നമ്മളെ രക്ഷിക്കാൻ ഒരു ബാലൻസ് ഉണ്ടാക്കിയതാണ്. ഒരു രാജ്യം മുമ്പോട്ട് പോകുന്ന ഒരു ബാലൻസിലാണ്. ആർട്ടിക്കിൾ 14 പ്രധാനമാണ്, അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ആർട്ടിക്കിൾ 25 ബാലൻസ് വേണം. ശബരിമല ആ ബാലൻസിന്റെ മനോഹരമായ ചിഹ്നമാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ ഒരിക്കലും ജാതീയത ഉണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ശബരിമലയിൽ എല്ലാ ജാതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.